ഹായ്, ഐ എം മേഘ്ന, സൈക്കോളജിസ്റ്റ് അറ്റ് ലോറം വെൽനസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളും പ്ലേയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ പ്ലേക്ക് അവരുടെ ഡെവലപ്മെന്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരു കുട്ടിയുടെ ആ ഒരു എൻവയോൺമെന്റ്, ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് പ്ലേ വഴിയാണെന്ന് നമുക്ക് പറയാം. പ്രധാനമായിട്ടും എങ്ങനെയാണ് പ്ലേ അവരുടെ ഡെവലപ്മെന്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേ എങ്ങനെയാണ് അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെയാണ് പ്ലേ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് വേണം പറയാം. അവരുടെ പ്രോബ്ലം സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ്, ഓരോ പ്ലേയിലും അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയെല്ലാം അവരുടെ കൊഗ്നിറ്റീവ് എബിലിറ്റീസിനെ ഇൻക്രീസ് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടി ആദ്യമായിട്ട് ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ റെഗുലേഷൻസ്, ഓരോ ഇമോഷൻസിനെ അവർ എങ്ങനെ മാനേജ് ചെയ്യണം, ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലേയിലൂടെ അവർ പഠിക്കും. പിന്നീട് വരുന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. മറ്റുള്ളവരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, ഒരു ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ്. ഒരു ഗ്രൂപ്പിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടേൺ ടേക്കിംഗ്, വെയിറ്റിംഗ്, പേഷ്യൻസ്, ഇതെല്ലാം കുട്ടി ആദ്യമായിട്ട് പഠിക്കുന്നത് പ്ലേ വഴിയാണെന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് ക്രിയേറ്റിവിറ്റി. അവരുടെ ക്രിയേറ്റിവിറ്റീനെയും ഇമാജിനേഷനെയും എത്രത്തോളം ഒരു പ്ലേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പ്ലേയിലൂടെയാണ്. പിന്നെയാണ് കുട്ടികൾ വിൻ ആൻഡ് ലോസ് കൺസെപ്റ്റ് പഠിക്കുന്നത് പ്ലേയിലൂടെയാണ് നമ്മൾ പറയാം. ഒരു പ്ലേയിൽ ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഒരു കുഞ്ഞ് എന്താണ് ജയം, എന്താണ് തോൽവി, എന്താണ് പേഷ്യൻസ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പ്ലേ വഴിയാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ അവരുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരുപാട് എനർജി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇമ്പൾസിവിറ്റി അധികം കാണിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവരുടെ എല്ലാം എനർജി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ എനർജി റെഡ്യൂസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്ലേ വഴി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ഏർലി ഡെവലപ്മെന്റിന് ഇത്തരം കൺസെപ്റ്റ്സ് അവർക്ക് പഠിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ ഡെവലപ്മെന്റിനെ കൃത്യമായിട്ട് പ്ലേയിലൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എങ്ങനെ പ്ലേയിൽ കുഞ്ഞുങ്ങളെ നമുക്ക് എൻകറേജ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ പ്ലേ എങ്ങനെ അവർക്കൊരു എൻകറേജ്മെന്റ് ആയിട്ട് നമുക്ക് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ പറ്റി നോക്കാം. പ്രധാനമായിട്ടും തന്നെ അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പാരന്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ പ്ലേയിലോട്ട് എൻകറേജ് ചെയ്യിപ്പിക്കാം എന്നുള്ളതെ പറ്റി നോക്കാം. അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ വെറും ഒരു സ്ക്രീനിലോട്ട് മാത്രം ചുരുക്കി വെക്കുന്ന സമയത്ത് അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ എക്സ്പ്ലോറേഷനെയും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ പ്രധാനമായിട്ടും ആ സ്ക്രീൻ ടൈം കുറച്ചും കൂടെ പ്ലേയിലോട്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഓരോ പാരന്റും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് വരുന്നൊരു കാര്യമാണ്, പ്ലേ കൊടുക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ഗെയിംസും അതുപോലെ തന്നെ സ്ക്രീൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് പ്ലേ നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുക. പകരം കൂടുതൽ ഫിസിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്കൽ മെറ്റീരിയൽസ്, ടോയ്സ് വെച്ചിട്ടുള്ള പ്ലേ കൂടുതൽ നമ്മൾ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ പിന്നീട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലേ ടൈം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും പ്ലേ എന്നുള്ളതിൽ നിന്ന് മാറി അവരുടെ കാര്യങ്ങൾ, ഒരു പഠനമാണെങ്കിൽ അത്, അതുപോലെയുള്ള വേറെ സെൽഫ് കെയർ ആണെങ്കിൽ അത്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലേ ടൈം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക. ആ പ്ലേ ടൈമിൽ അവരെ യാതൊരുവിധ റെസ്ട്രിക്ഷനും വെക്കാതെ പ്ലേ ടൈമിൽ ആ പ്ലേ മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് കുട്ടി എത്തുന്ന രീതിയിലേക്ക് ഓരോ പാരന്റും ആ ഒരു സമയത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് കൂടുതലായിട്ടും അവർക്ക് പ്ലേ കൊടുക്കുന്ന സമയത്ത് ഇൻഡോർ പ്ലേയേക്കാൾ കൂടുതൽ ഔട്ട്ഡോർ പ്ലേ, അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലോട്ട് പ്ലേയെ മാറ്റിയെടുക്കുക. ലാസ്റ്റ് കാര്യമാണ്, അവർക്ക് പ്ലേ അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡോർ പ്ലേയേക്കാൾ കൂടുതൽ ഔട്ട്ഡോർ പ്ലേക്ക് പാരന്റ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. ഇൻഡോർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരു വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പേസിന്റെ ഉള്ളിലായിരിക്കും അവരുടെ പ്ലേ പറയുന്നത്. പക്ഷേ ഔട്ട്ഡോർ ആവുമ്പോൾ അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ചും കൂടെ നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ അതൊരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ അവരുടെ ഒരു ഇന്നർ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേ ആയിട്ടും കൂടെ നമുക്ക് ഔട്ട്ഡോർ പ്ലേയെ പറയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് പ്ലേയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. പ്ലേ അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.